ഹിസ്റ്ററി ബുക്സിൽ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ലോകത്തെ ഏറ്റവും വലിയ അത്ഭുതങ്ങളിലൊന്നായ ഒരു സംഭവമാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാണാൻ കഴിയുന്നത്. അതെ, അതാണ് ശരിക്കും ഈജിപ്തിലെ പിരമിഡ്. ലോകത്തെ ഏറ്റവും വലിയ പിരമിഡിലൊന്നായ ദ ഗ്രേറ്റ് പിരമിഡ് ഓഫ് ഗിസ അഥവാ ദ പിരമിഡ് ഓഫ് കുഫു എന്നറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്ന നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമ്മൾ വിസിറ്റ് വീഡിയോയിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ എന്താണ് പിരമിഡ്, എന്തിനാണ് പിരമിഡ് ഇവർ പണിയുന്നത്, എങ്ങനെയാണ് ഇത്രയും ഫേമസ് ആകാൻ കാരണം? ആക്ച്വലി 2550 BC കാലഘട്ടത്തിലാണ് ഇവർ പിരമിഡ് പറയുന്നത്. ഈ പിരമിഡ് എന്ന് പറയുന്ന സംഭവം ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഇവിടുത്തെ രാജാക്കന്മാരെ ഫറോസ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഫറോസ് സംസ്കരിക്കാൻ ഇവർ ഉപയോഗിക്കുന്ന ഒരു സ്ഥലമാണ് ശരിക്കും ഈ അതൊരു ടോംബായിട്ടാണ് ഈ പിരമിഡ് യൂസ് ചെയ്യുന്നത്. ശരിക്കും ഒരു വിശ്വാസം എന്ന രീതിയിൽ, അതായത് ഇവരുടെ ഈ രാജാക്കന്മാർ മരിച്ചതിന് ശേഷം ഇവർ ദൈവമായിട്ട് പുനർജനിക്കും. അപ്പോൾ പുതിയൊരു ലോകത്തിന് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടി അമ്പലങ്ങൾ പണിയുകയാണ് ചെയ്തത്. അതേപോലെ തന്നെ ഒരു പിരമിഡുകൾ ഇവർ അത്രയും രാജകീയ രീതിയിലാണ് അവരെ സൂക്ഷിക്കുന്നത്. അതുപോലെ തന്നെ അവർക്ക് അടുത്ത ലൈഫിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, അതായത് സ്വർണം, ഭക്ഷണം എല്ലാം, ഇങ്ങനത്തെ വെള്ളി, രത്നങ്ങൾ, പൈസ എല്ലാം ആ ഒരു മമ്മിഫിക്കേഷൻ ചെയ്തിട്ട് അവരതിനകത്ത് കൊണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അത്രയും രീതിയിലാണ് അങ്ങനെയാണ് ഒരു രാജാവിനെ കാണുന്നത്. രാജാവ് ഒരു ദൈവത്തെ പോലെയാണ് ശരിക്കും കാണുന്നത്. ശരിക്കും ഇത്രയും ടെക്നോളജികളുള്ള ഒരു കണ്ടുപിടിച്ച ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിരുന്നു, പല കണ്ടുപിടുത്തങ്ങളും സംഭവിച്ച സംഭവമാണ് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ. അതേ ആൾക്കാരിനെ ഇത്ര അന്ധവിശ്വാസങ്ങൾ വിശ്വസിക്കുന്നത് കാണാൻ പറ്റും. കാരണം ദൈവമായിട്ട് പുനർജീവിക്കുക അങ്ങനെയൊക്കെയാണ് ഇവർ വിശ്വസിക്കുന്നത്. ആ ഒരു സമയത്ത് ഏകദേശം 2500 BC to 3000 BC കാലഘട്ടത്തിലാണ് നടക്കണം. ആ ഒരു സമയത്താണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. അത് ഞാൻ അമ്പലങ്ങളും ഈ സംഭവങ്ങളും മരിച്ചതിന് ശേഷം പണിഞ്ഞിരുന്നു. ആക്ച്വലി ഈ പിരമിഡ് പണിയുന്ന ഏകദേശം 20 മുതൽ 23 വർഷം വരെ നീണ്ടു നിന്നതായി നമുക്ക് കാണാൻ കഴിയും. അതായത് അത്രയും ജനങ്ങളുടെ അധ്വാനം തന്നെയാണ് ഈ ഒരു പിരമിഡ് നിർമ്മിക്കുന്നത്. ഈ പിരമിഡ് നോക്കിയാൽ ശരിക്കും മെയിനായിട്ട് 3 പിരമിഡാണ് നമുക്ക് ഈ ഗിസ കോംപ്ലക്സിൽ കാണാൻ കഴിയുക. അതായത് ഈ ഗിസ കോംപ്ലക്സിലാണ് ശരിക്കും ഈ പിരമിഡ് കാണുന്നത്. അതായത് ഈജിപ്തിലെ ക്യാപിറ്റലായ കെയ്റോയിൽ നിന്ന് ഏകദേശം 5.7 കിലോമീറ്റർ മാറിയൊരു സ്ഥലമാണ് ഗിസ എന്ന പ്രദേശം. അതായത് ഗിസ ഗോവണി അഥവാ ഗിസ പീഠഭൂമി എന്നാണ് ആ പ്രദേശം അറിയപ്പെടുന്നത്. ആ ഒരു സ്ഥലത്താണ് നമുക്ക് ഈ പിരമിഡ്, അതുപോലെ തന്നെ സ്ഫിങ്സ് എന്ന പറയുന്ന സാധനങ്ങളൊക്കെ ഈ ഒരു സ്ഥലത്താണ് നമുക്ക് പ്രധാനപ്പെടാൻ കാണാൻ കഴിയുക. അധികം ആ ഒരു സമയത്ത് ഇത്രയും ചൂടിൽ നിന്ന സമയത്താണ് ഇവർ ഈ പിരമിഡ് പണിഞ്ഞതെന്ന് ഓർക്കണം. അതായത് ഏകദേശം 2000 ആ കാലഘട്ടത്തിലാണ്. അതായത് ആ സമയത്ത് ഇരുമ്പ് പോലും കണ്ടുപിടിച്ചിട്ടില്ല. ഇവർ ഈ ചെമ്പ്, ഉളി, അതുപോലത്തെ ആ ഒരു സമയത്ത് മനുഷ്യൻ്റെ അധ്വാനം, ആ കല്ല്, അത് അതിനെ കൊണ്ടുണ്ടാക്കിയ ആയുധങ്ങൾ കൊണ്ടാണ് ഇവർ ഈ പിരമിഡുകളിലെ ഈ കല്ല് വെട്ടിയത്. ഈ കല്ല് എന്ന് വെച്ചാൽ ഏകദേശം 2 ടണ്ണോളം ഭാരം വരുന്ന കല്ലാണ്. അത് ഈജിപ്തിൻ്റെ പല ഭാഗങ്ങളിൽ, അസ്വാനിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലങ്ങളിൽ നിന്ന് നൈൽ നദിയിലൂടെ കടത്തി ഈ കെയ്റോ വഴി ഗിസയിൽ എത്തിച്ച് അവിടെയാണ് ഇവർ ഈ സംഭവം പണിഞ്ഞത്. അതായത് ആദ്യത്തെ പിരമിഡ് പണിഞ്ഞ ശരിക്കും ഈ കുഫു രാജാവിൻ്റെ പേരിലാണ്. അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ പിരമിഡ്. കുഫു രാജാവിൻ്റെ പേരിലാണ് ഇവർ ഏറ്റവും വലിയ പിരമിഡ് ആദ്യമായിട്ട് നിർമ്മിച്ചത്. അതിനുശേഷം ഇദ്ദേഹത്തിൻ്റെ മകൻ്റെ പിരമിഡാണുള്ളത്. അത് കഫ്രെ പിരമിഡ് എന്നറിയപ്പെടും. അതൊരു 3 പിരമിഡ് നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് കാണാൻ പറ്റും എങ്ങനെയാണ് ആ പിരമിഡ് നിർമ്മിച്ചത്. ആദ്യം കുഫു പിരമിഡ്, പിന്നെ സെക്കൻഡ് ഈ കഫ്രെ പിരമിഡ്. അതിനുശേഷം 130 സംതിങ് ആണ് അതിൻ്റെ ഹൈറ്റ്. കുഫുവിന് 146 ആ ഒരു ഹൈറ്റ് വരുന്നത്. ഏറ്റവും ലാസ്റ്റ് വരുന്നതിന് മെങ്കോർ സംതിങ് പിരമിഡ്, അങ്ങനെ ഒരു പിരമിഡാണ്. ഇങ്ങനെ 3 പിരമിഡാണ് മെയിനായിട്ടുള്ളത്. അതുപോലെ വേറൊരു ചെറിയ പിരമിഡ് ഉണ്ട്, അത് പിരമിഡ് ഓഫ് ക്യൂൻസ് എന്നറിയപ്പെടുന്നത്. ചെറിയ പിരമിഡാണ്. അപ്പോൾ അങ്ങനെയാണ് ഇവർ പിരമിഡിൻ്റെ കാര്യം. അപ്പോൾ പിരമിഡ് ബിൽഡിങ്ങിൻ്റെ കാര്യം ഞാൻ പറഞ്ഞ അത്രയും 2 ടണ്ണോളം വെയിറ്റ് വരുന്ന സംഭവം. അതേപോലത്തെ 2 ടണ്ണ് വെയിറ്റ് വരുന്ന കല്ല് ഏകദേശം 20 ലക്ഷത്തോളം കല്ലുകളാണ് ഇവർ അടുക്കി വെച്ചിട്ടാണ് ഈ പിരമിഡ് ഉണ്ടാക്കിയത്. ഏകദേശം ഒരു 45 നില കെട്ടിടത്തിൻ്റെ ഒരു ഹൈറ്റ് ഉണ്ടാവും ഓരോ പിരമിഡിനും എന്നാണ് അവർ പറയുന്നത്. ഏകദേശം 45 നില കെട്ടിടം ഞാൻ പറഞ്ഞ നേരത്തെ 146 സംതിങ് ഹൈറ്റ് ഉണ്ട് ഈ പിരമിഡിന്. അപ്പം ആ ഒരു സമയത്ത് ഇവർ മനുഷ്യൻ്റെ അധ്വാനം മൂലം ഉണ്ടാക്കിയൊരു സംഭവം. അത്രയും ഒരു ചിന്താശേഷിയായിരുന്നു. ആ ഒരു രീതിയിൽ തന്നെ അത് കട്ട് ചെയ്ത് ആ ഒരു ട്രയാങ്കുലർ ഷേപ്പിലാണ് അവർ ആ കയറ്റത്. അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു റൂം പോലെ ആക്കി നമുക്ക് പിരമിഡിൻ്റെ അകത്തെ കാഴ്ച ശരിക്കും കണ്ട ഫോട്ടോസ് നമുക്ക് മനസ്സിലാവും അങ്ങനെയായിരുന്നു ഈ പിരമിഡിൻ്റെ അകമെന്ന് വെച്ചാൽ ഒരു പല പറഞ്ഞ പോലെ തന്നെ കുറേ ചേമ്പറുകളായിട്ടാണ് ഇവർ ഈ മമ്മിഫിക്കേഷൻ ചെയ്തിട്ടുള്ള ഈ പിരമിഡിൻ്റെ അകത്ത്. ഒരു ചെറിയ ഇടുങ്ങിയ പാതയിലൂടെയാണ് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കയറാൻ കഴിയുക. അപ്പം അങ്ങനെ രീതിയിലാണ് ഇവരെ സംസ്കരിച്ചത്. ഇതിൻ്റെ അകത്ത് അവർ കുറേ ഈ ജെംസും, വജ്രം, സ്വർണം, വെള്ളി, പൈസ ഇവരൊക്കെ അതിൻ്റെ അകത്ത് സൂക്ഷിച്ചിട്ടുണ്ട്. അത് കുറേ ആൾക്കാർ കട്ടുകൊണ്ട് പോയിട്ടുണ്ട് പണ്ടത്തെ കാലഘട്ടത്തിൽ. പിന്നെ കുറേ മമ്മീസ് ഈജിപ്ഷ്യൻ മ്യൂസിയത്തിലേക്ക് കൊണ്ടുപോയി, അതായത് കെയ്റോയിലെ ഈജിപ്ഷ്യൻ മ്യൂസിയത്തിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് നമുക്ക് ഈജിപ്തിലെ പിരമിഡിനെ പറ്റിയിട്ട്.
പിന്നെ ഈജിപ്തിലെ പിരമിഡിനെ പറ്റി പറയുമ്പോൾ നമുക്ക് ഈജിപ്ത് ആ ഒരു സ്ഥലത്ത് ഒരു ചെറിയ സംഭവം കാണാം, സൈഡിൽ കാണുന്നില്ല. ആ ഒരു സംഭവം അതായത് ദ ഗ്രേറ്റ് സ്പിങ്സ് എന്ന് പറയുന്ന സാധനം. അത് നമ്മൾ ഈ പിരമിഡിന് അതിൻ്റെ സംഭവം സെർച്ച് ചെയ്യുമ്പോൾ ആ പിരമിഡിൻ്റെ സൈഡിൽ ഇങ്ങനെ ഒരു പ്രതിമ കാണും. അതാണ് സ്പിങ്സ്. അതായത് മനുഷ്യൻ്റെ തലയും സിംഹത്തിൻ്റെ ഉടലുമുള്ള ലോകപ്രശസ്തമായ നിർമ്മിതിയാണ് ദ ഗ്രേറ്റ് സ്പിങ്സ്. പിരമിഡിൻ്റെ അകത്തുള്ള മമ്മീസിനെ ദുഷ്ടശക്തികളിൽ നിന്നും ഇവർ കാവൽ നിന്ന് രക്ഷിക്കുന്നു എന്നാണ് ഈജിപ്ഷ്യൻ ഇത് നിർമ്മിച്ചതിൻ്റെ വിശ്വാസം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണത്തേക്കും ബൈ.